ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ ബി ജെ പിക്കേറ്റ കനത്ത തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയെ താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. കാരണം ഈ ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയ കേസാണ് ബിൽക്കിസ് ബാനു കേസ്. ഈ പ്രതികളെ ജയിൽ മോചിതരാക്കിയത് ബി ജെ പി ആണ്. പ്രതികൾക്ക് സ്വീകരണം നൽകിയത് ബി ജെ പി ആണ്. പ്രതികൾ ബ്രാഹ്മണരായതുകൊണ്ട് അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യില്ല എന്ന് പറഞ്ഞത് ബി ജെ പി MLA ആണ്. അപ്പോൾ ബി ജെ പിക്കേറ്റ തിരിച്ചടിയായി ഈ വിധിയെ കാണുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഈ വിധി ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയാണ്. ഈ വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഏറ്റ തിരിച്ചടിയാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള പല തിരിച്ചടികൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടക്കാൻ, കോടതി വിധികളെ മറികടക്കാൻ അല്ലെങ്കിൽ കോടതി വിധികൾ മാനേജ് ചെയ്യാൻ ഒക്കെ വളരെ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. ഇന്ന് ഹിന്ദു ദിനപത്രത്തിൽ ദി ഹിന്ദുവിൻ്റെ മലയാളി ലേഖകനായിട്ടുള്ള കോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കൃഷ്ണദാസ് രാജഗോപാലിൻ്റെ ഒരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് രണ്ട് പ്രമാദമായ കേസിൽ, റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രമാദമായ കേസിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറലിൻ്റെ മാത്രം അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ആ വിധിയിൽ ആ വിധിയെ തന്നെ എങ്ങനെയാണ് വേർഡിക്റ്റ് കൊടുക്കുന്നത് എന്ന്. ഇപ്പോൾ കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിധിയിൽ എങ്ങനെയാണ് സോളിസിറ്റർ ജനറലിൻ്റെ അഭിപ്രായം മാത്രം സ്വീകരിച്ചുകൊണ്ട് ആ സ്റ്റേറ്റിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയതിനെക്കുറിച്ചുള്ള കാര്യം മാറ്റിവെക്കുന്നതും, അത് സോളിസിറ്റർ ജനറൽ പറയുന്നു ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വിഷയത്തെ അവിടെ സെറ്റ് അസൈഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ആ കേസിൽ ഇപ്പോൾ സെബിയുമായി ബന്ധപ്പെട്ട അദാനിയുടെ കേസിൽ ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ വാദങ്ങൾ സ്വീകരിക്കുന്ന സുപ്രീം കോടതിയെ നമ്മൾ കാണുകയാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്. ഈ വിധി 2022 സുപ്രീം കോടതിയുടെ തന്നെ വിധിയിൽ, ഇവിടെ പ്രമുഖ അഭിഭാഷകരുണ്ട്, അവർ പറഞ്ഞതുപോലെ രണ്ടംഗ സുപ്രീം കോടതിയുടെ ബെഞ്ചിൻ്റെ തന്നെ ഒരു വിധിയെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ശ്രീമതി നാഗരത്നയും ഉള്ള രണ്ട് ബെഞ്ച് തന്നെ ഇന്ന് വീണ്ടും, രണ്ടംഗ ബെഞ്ച് തന്നെ വീണ്ടും അതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു നല്ല 250 പേജുള്ള വിധിയാണ്. എനിക്ക് വായിക്കാൻ പറ്റാവുന്ന അത്രയും വായിച്ചിട്ടുണ്ട്. അതിൽ വളരെ മനോഹരമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ, ഇതുപോലെ നേരത്തെ ഇവിടെ പരാമർശിച്ചു ഈ ലിബർട്ടിയുടെ കാര്യം. ഈ 11 പേരും 11 കുറ്റവാളികളും 11 നരാധമന്മാരും ഇപ്പോൾ ഫ്രീഡം, അവർക്ക് ലിബർട്ടി അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. അവരുടെ ലിബർട്ടി വേഴ്സസ് ഈ കേസിലെ മറ്റ് വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലിബർട്ടിയെ തന്നെ ഇവിടെ നിയമപാലനം, റൂൾ ഓഫ് ലോ ആണ് ലിബർട്ടിയേക്കാൾ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ലിബർട്ടിയേക്കാൾ നമ്മുടെ റൂൾ ഓഫ് ലോയാണ് പാരമൗണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അതാണ് എനിക്ക് ആ വിധിയിൽ വളരെ ശ്ലാഘനീയമായി, വളരെ പ്രമുഖമായി തോന്നിയ ഒരു കാര്യം. ഇതിൽ ഗുജറാത്ത് സർക്കാരിനെ തന്നെ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിനെ കുറ്റക്കാരനായി നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഒരു സർക്കാർ മുഴുവൻ, ഒരു സംസ്ഥാനം മുഴുവൻ കുറ്റവാളികളെ സംരക്ഷിക്കാനായി, 11 ഗ്യാങ് റേപ്പ് ക്രിമിനലുകളെ സംരക്ഷിക്കാനായി, അവരുടെ ശിക്ഷ ഇളവ് ചെയ്യാനായി അവർ ഒരു സുപ്രീം കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. ഒരു സർക്കാരിന് തന്നെ, അതായത് ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ കേസിൻ്റെ ഇതിൻ്റെ ടൈം ലൈൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ഈ കേസിൽ പണ്ട് എങ്ങനെയാണ് ഇത് ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഈ കേസിലെ മരിച്ച ശവശരീരങ്ങൾ കുഴിച്ചിട്ടപ്പോൾ അതിൽ നിന്ന് തല വേർപെടുത്തി ഉടൽ മാത്രമായി കുഴിച്ചിടുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായി. എന്തിനാണ്? ഇവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ അകത്ത് കൊല ചെയ്യപ്പെട്ടവരെ തിരിച്ചറിയാതിരിക്കാൻ ചെയ്ത പോലീസും അവിടുത്തെ ഭരണകൂടവും എങ്ങനെയാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചത്. അവസാനം ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും CBIക്ക് വിടുകയും, അത് മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ ട്രയലും നടക്കുന്നത് കാരണം ഇതിൽ ഒരു വിധി ഉണ്ടാകുന്നു. പക്ഷേ വീണ്ടും 14 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അവരെ ഗുജറാത്തിൽ തന്നെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവരെ പുറത്തിറക്കുകയും
ആ പുറത്തിറക്കലിനെ അവർ പുറത്തു വരുമ്പോൾ അതിനെ ആഘോഷിക്കുകയും ഇവിടെ നേരത്തെ ഒരു MLA പറഞ്ഞ കാര്യം ശ്രീ കാരശ്ശേരി പറയുന്നുണ്ട്. ഇതുപോലെ ഒരു നമ്മുടെ നിയമ സിസ്റ്റത്തെ തന്നെ നമ്മുടെ റൂൾ ഓഫ് ലോയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ഗുജറാത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം ഇന്ന് സുപ്രീം കോടതിയുടെ ഈ 2 അംഗ ബെഞ്ച് ഈ പ്രമാദമായ വിധിയിലൂടെ ഒരു റൂൾ ഓഫ് ലോയെ തിരിച്ചു കൊണ്ടുവരുന്നു. നമ്മുടെ നിയമ ഈ റൂൾ ഓഫ് ലോയെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ നമുക്കൊക്കെ പ്രതീക്ഷ തരുന്ന രീതിയിൽ ഒരു ഉണ്ടായിരിക്കുന്ന വിധിയാണ്. ഇനി സ്മൃതി ചോദിച്ച ആ ചോദ്യം, അതായത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തൃശ്ശൂരിൽ വന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് കുറെ മഹിളാരത്നങ്ങളെയൊക്കെ സദസ്സിലിരുത്തി ഇവിടെ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് BJP കൈയാളുന്നത് എന്ന തരത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ, അദ്ദേഹത്തിന് 19 തവണ എന്തോ അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ആ പ്രസംഗത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.